ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അതായത് എനിക്ക് പിന്നെ ചിന്മയ മിഷന്റെ ഫസ്റ്റ് സാലറി കിട്ടി. അപ്പം അതൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു, നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സാലറി എത്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞങ്ങൾ ഇത്തവണ കുറച്ച് ഫിനാൻഷ്യൽ പ്ലാനിങ്ങുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാസം അവസാനമാകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാതിരിക്കുന്ന സാഹചര്യം വരുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫിനാൻഷ്യൽ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെയും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതെന്താണെന്നും പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം ഇതിൽ ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം പറയാം. ഞങ്ങളുടെ CIBC അക്കൗണ്ട് ഉണ്ടല്ലോ, കാനഡയിലുള്ള അക്കൗണ്ട്, ആ അക്കൗണ്ടിലെ റീഫണ്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ചെയ്തൊരു കാര്യം ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് ചേരാന്നുള്ളതായിരുന്നു. നമ്മൾ കൊച്ചൊക്കെ ഉള്ളപ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ചേരാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാലറി കിട്ടിയപ്പോൾ ചെയ്ത ചില കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തത് കറക്റ്റായിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കി. അതിൽ നീഡ്സും വാണ്ട്സും കറക്റ്റായിട്ട് എഴുതി വെച്ചു. നീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഉണ്ടാകും, പിന്നെ കൊച്ചിൻ്റെ ഡേ കെയർ ഫീസ് ഉണ്ടാകും, പിന്നെ നമ്മുടെ ചില EMIസും FDയും ഒക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഒരു നീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വാണ്ട്സ് ഉണ്ട്. വാണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഞങ്ങളുടെ ക്യാമ്പസിലെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു 10 രൂപയുടെ കിറ്റ്കാറ്റ് വാങ്ങിച്ചു. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് 2 പപ്സും ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റും വാങ്ങിച്ചു. പാലും ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചായിരുന്നു, പക്ഷേ ഈ പറയുന്ന പോലെ പപ്സും ഉണ്ണിയപ്പവും എൻ്റെ വാണ്ടാണ്, അതെനിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതായിരുന്നു. പിന്നെ അതുപോലെ കിറ്റ്കാറ്റും എൻ്റെ വാണ്ടാണ്. അപ്പം അത് ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ബുക്കിൽ എഴുതി വെച്ചു. ബുക്കിൽ എഴുതി വെച്ചിട്ട് മാസാവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ നീഡ്സും വാണ്ട് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും നമ്മുടെ വാണ്ട്സ് നമുക്ക് എന്തുമാത്രം കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. വാണ്ട്സ് എന്തുമാത്രം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കുറച്ചും കൂടെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കറക്റ്റ് കണക്ക് വരും. അപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്തൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തൊരു വേറൊരു കാര്യം, 2 റെക്കറിങ്ങിന് ചേർന്നു. 2 റെക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങി. അതിൽ ഒരെണ്ണം ഒരു 10 വർഷത്തേക്കുള്ളൊരു റെക്കറിങ് ഡെപ്പോസിറ്റാണ്. അത് ഇന്ത്യൻ ബാങ്കിലാണ് ചേർന്നത്. ഇന്ത്യൻ ബാങ്കിൽ 6050 രൂപയുടെ പുതിയൊരു പ്ലാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ റെക്കറിങ് ഡെപ്പോസിറ്റിലാണ് ഞാൻ ചേർന്നത്. പിന്നെ വേറൊരെണ്ണം അല്ലാതെ വേറൊരു തുകയ്ക്കും ചേർന്നു. പിന്നെ വേറെ ചില കാര്യങ്ങൾ ചെയ്തത്, ഒന്ന് LICയുടെ ഒരു പെൻഷൻ പ്ലാനിന് ചേർന്നു. പെൻഷൻ പ്ലാൻ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള കാലത്ത് നമ്മൾ റിട്ടയർമെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രായമൊക്കെ ആകുന്നുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പെൻഷൻ പ്ലാനിൽ ചേർന്നേ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2780 രൂപയുടെ ഒരു പ്ലാനിനാണ് ഞാൻ ചേർന്നത്, ഉത്സവം എന്ന് പറഞ്ഞിട്ട്. അതിന് ചേർന്നു. പിന്നെ വേറൊരു കാര്യം, SIPയിൽ ചേർന്നു. SIP ഞാൻ ഇതിനു മുമ്പ് ചേർന്നിട്ടില്ല, പക്ഷേ SIPയിൽ ഇത് ആദ്യമായിട്ടാണ് ചേരുന്നത്. പിന്നെ സുകന്യ സമൃദ്ധി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ചേരുന്ന ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി എന്ന് പറയുന്നത്. അത് കുഞ്ഞിന് 18 വയസ്സ് 20 വയസ്സ് എന്തോ ആകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈസ തിരിച്ചു കിട്ടത്തുള്ളൂ. അത് വലിയൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് അവളുടെ എഡ്യൂക്കേഷനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് സുകന്യ സമൃദ്ധിയുടെ പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചേർന്നു. പിന്നെ വേറെ ഒരു ഗോൾഡ് ട്രീ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അത് ഞങ്ങളുടെ വീടിനടുത്തൊരു ജുവലറി ഉണ്ട്, അപ്പം അതിലാണ് ചേർന്നത്. അപ്പം അങ്ങനെ നമ്മുടെ സാലറീനെ നമ്മൾ പലതായിട്ട് വിഭജിച്ചിട്ട് സേവിങ്സിന് ഇതെല്ലാം പോയി. പിന്നെ ബാക്കിയുള്ള തുക വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പം അതിനെ ഞാൻ പിന്നെയും ഡിവൈഡ് ചെയ്തു. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഇമ്പൾസീവ് ബൈയിങ്ങിൻ്റെ സ്വഭാവമുണ്ട്. ഇമ്പൾസീവ് ബൈയിങ് ഒട്ടും നല്ല കാര്യമല്ല. കാരണം നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ആലോചിക്കാതെ വാങ്ങിക്കുന്നത് നമ്മുടെ വരവും ചിലവും കൂടെ കൂട്ടിക്കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, കുഞ്ഞുണ്ടായ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രൈന്ന് എന്തെങ്കിലും ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അതൊരു നല്ല ശീലമല്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ കുറച്ച് എമൗണ്ട്, വളരെ കുറച്ച് എമൗണ്ട് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഫണ്ടൊക്കെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ബാങ്കിലായതുകൊണ്ട് ആൾക്ക് കറക്റ്റായിട്ട് മണി മാനേജ് ചെയ്യാൻ അറിയാം. എൻ്റെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചിലവായിപ്പോൾ അതൊരു നല്ല കാര്യമല്ല. ഞാനത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്
എന്താ പറയുക, സ്ത്രീ സഹജമായിട്ടുള്ള ചില താല്പര്യങ്ങൾ വരുമല്ലോ. ഇപ്പോൾ സാരി കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കണ്ടാലൊക്കെ വാങ്ങിക്കാനുള്ള കൊതി തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കട്ടയിലൊന്നുമല്ല, കാരണം പുള്ളി അങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം കറക്റ്റായിട്ട് വരവും ചിലവും കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ പുള്ളിക്കറിയാം. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ കിടക്കുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ട് ബഡ്ജറ്റാണ്. ഫണ്ട് ബഡ്ജറ്റിൽ പിന്നെ അതിൽ എൻ്റെ സെൽഫ് കെയർ വരും, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനുള്ള പൈസ, അല്ലെങ്കിൽ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പൈസ, അതൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ എപ്പോഴും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അപ്പോൾ എന്താ പറയുക, കുക്ക് ചെയ്യാൻ മൂടില്ല എന്നതൊക്കെ അപ്പോൾ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ആ പരിപാടി നിർത്തി. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും ദിവസങ്ങളോ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഈ ഫണ്ട് ബഡ്ജറ്റകത്ത് വരും. ഫണ്ട് ബഡ്ജറ്റിൽ വരുന്ന ഈ പൈസ നമ്മൾ അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും. അപ്പോഴത്തേക്കും നമുക്ക് ഒരു സന്തോഷമാകും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊട്ട് ഇതാകത്തുമില്ല, നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ ചെറിയ ചെറിയ യാത്രകൾ നടത്താൻ, കാരണം നമുക്ക് ഈ സേവിങ്സും പ്രാരാബ്ദങ്ങളും മാത്രം പോലല്ലോ, നമുക്ക് നമ്മളുടെ സന്തോഷങ്ങളും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ബഡ്ജറ്റ്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എമർജൻസി ഫണ്ടിന് മാറ്റി വയ്ക്കും. ഇപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഞാൻ അറിഞ്ഞത് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വന്നപ്പോഴാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരുന്നു, പുള്ളി അത് ഞങ്ങളോട് പോലും പറഞ്ഞില്ലായിരുന്നു. അപ്പം പറയാതെ പുള്ളി സൂക്ഷിച്ചു വെച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ബലത്തിലാണ് നമ്മൾ ഇത്രയും നാളും കഴിഞ്ഞു പോയത്. അപ്പം എമർജൻസി ഫണ്ട് എല്ലാ കാലത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് നമ്മൾ ഹസ്ബൻഡിന് കൊടുത്ത എൻ്റെ അക്കൗണ്ടിൽ ഇട്ട പൈസയിൽ നിന്ന് കുറച്ച് എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കും. ബാക്കിയുള്ളത് നമ്മളുടെ ജീവിത ചെലവിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പിന്നെ ഷോപ്പിങ്ങിനൊക്കെ ലിസ്റ്റ് തയ്യാറാക്കണം. ഇത് പണ്ട് കാലത്ത് നമ്മളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. അതാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഇമ്പൾസീവ് ബൈയിങ് സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ആ ലിസ്റ്റിലില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഫണ്ട് ബഡ്ജറ്റിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ നീഡിലോ വാണ്ടിൽ എഴുതി വെക്കണം. വാണ്ടിൽ എഴുതി വെക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും നമ്മളിത് ആവശ്യമില്ലാതെ വാങ്ങിച്ചാണ്, നമുക്കിത് നമ്മളിത് വെട്ടിക്കളഞ്ഞെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൈസ സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനെ പരിമിതപ്പെടുത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ജീവിത സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ടും കോംപ്രമൈസ് ചെയ്തിട്ട് ജീവിക്കണം എന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം ഇപ്പം നമുക്ക് ഒരു സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ പുറത്ത് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു അനിവാര്യതയാണ്. അപ്പം അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഈ ഫണ്ട് ബഡ്ജറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. പക്ഷെ ആ ബഡ്ജറ്റിനുള്ളിൽ തന്നെ കാര്യങ്ങൾ നിൽക്കണം. വേറെ പിന്നെ പൈസ എടുത്തിട്ട് നമ്മൾ ഫണ്ടിന് പോകരുത്. പിന്നെ വേറെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല മാർഗ്ഗമാണ്. പക്ഷേ അത് എത്രത്തോളം പ്രാപ്തിയാകുമെന്ന് അറിയത്തില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഭൂരിഭാഗം പൈസയും ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടത്. അതും ഒരു റീസണാണ്. കാരണം ഈ പേയ്മെൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് എന്തുമാത്രം പൈസ പോകും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കാണത്തില്ല. അപ്പോൾ ആ ഒരു ഐഡിയ ഇല്ലാത്തത് കുറച്ച് പണിയാണ്. പക്ഷെ കയ്യിൽ കാശാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ ഉണ്ടാവും. ഇതുപോലെ പൈസ ഇത്രയും പോകുന്നുണ്ട്, നമ്മൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് ചിലവാക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബോധ്യം പറ്റുന്ന ആൾക്കാർ അത് ഒഴിവാക്കാൻ നോക്കുക. പിന്നെ അതുപോലെ ഒരു മണി ട്രാക്കർ, നിങ്ങൾക്ക് മണി ട്രാക്കർ പിന്നെ ഫോണിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് വെക്കാം. അതല്ല നിങ്ങൾക്ക് ബുക്കിൽ തന്നെയാണ് എഴുതുന്നത് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുക്കിൽ എഴുതി വയ്ക്കാം. അപ്പോൾ എനിക്ക് ബുക്കിൽ എഴുതി കൂട്ടുന്നതാണ് ഏറ്റവും താല്പര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്കിൽ എഴുതിയിട്ടാണ് വരവ് ചിലവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ കാർഡ്, ഞങ്ങൾക്ക് ഇതുവരെ ക്രെഡിറ്റ് കാർഡ് ഇല്ല, നമ്മൾ ഇതുവരെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എൻ്റെ ശീലമില്ലാത്തത് ഞങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങൾക്കും ഗുണമാണ്. അപ്പം നമുക്കങ്ങനെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു കടം കൂടി വലിച്ചു വയ്ക്കുന്ന ബാധ്യതയില്ല നമുക്ക്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്താ പറയുക, നിങ്ങൾക്ക് അത് ലിമിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല ശീലമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ കടം നിങ്ങളിങ്ങനെ കൂട്ടിയിടാതിരിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത്തവണ വിചാരിച്ചിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും കുറഞ്ഞ ലോണ് അത് ഈ വർഷം മാക്സിമം അടച്ചു തീർക്കുന്നുള്ളതാണ്.
അപ്പോൾ അതിന് എന്നെക്കൊണ്ട് ഈ പറയുന്ന പോലെ ബഡ്ജറ്റിൽ എന്തെങ്കിലും മെച്ചം പിടിക്കാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ അതിൻ്റെ EMI-ലോട്ടിട്ട് അത് ക്ലോസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു റെസൊല്യൂഷൻ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ടിപ്സ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻസും പറയണം. ഇതുപോലത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫിനാൻഷ്യൽ ടിപ്സുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും അടുത്ത വ്ളോഗിൽ കാണുന്നതുവരെ ബൈ ബൈ.